സോ ഇന്ന് ഞാൻ അടുക്കള റീസെറ്റിനാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ. രാത്രി എനിക്ക് ഇതിന്റെ 2 സ്പൂൺ കഴിച്ചത് ഹലോ മഞ്ഞക്കിളിയുടെ മൂവിപ്പാട്ടുണ്ട്. രാവിലെ നിലൂടെ സ്കൂളിൽ വിടാൻ നേരത്തെ റബ്ബർ ബാൻഡില്ലേ ഞാൻ വന്നിട്ട് മുളക് പൊടിയുടെ റബ്ബർ ബാൻഡ് എടുത്താണ് അവളുടെ തലയിൽ. അന്നേരം മുത്താര നിലൂടെ അതേ സ്വഭാവം ജോയ്സ് തൊട്ടെടുത്തോണ്ട് പോകും. വേയും അവൻ വരുന്നത്. അവൻ പുലിയാണ്. മാറിപ്പോരുത്. മാറിപ്പോയാൽ മാറിപ്പോകും. അവരുടെ മുറിച്ച് പുലി. കുക്കർ എവിടെ? കുക്കർ എവിടെ? ഹലോ ഗായ്സ്. സോ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ വല്ല ഇനോഗ്രേഷന് പോകാൻ നിങ്ങൾ വിചാരിക്കും. അല്ല, ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ കേട്ടത്. ഞാൻ എവിടെ പോകണമെന്നറിയോ? അടുക്കള റീസെറ്റിനാണ് പോണത്. നിങ്ങൾ തമിഴിൽ കണ്ടത് തെറ്റിയില്ല, ക്ലിക്ക് ചെയ്തത് മാറിപ്പോയിട്ടില്ല. ഞാൻ അടുക്കള റീസെറ്റിനാണ് പോകുന്നത്. റീസെറ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ മനസ്സ് റീസെറ്റ് പോലെ നമ്മൾ അടുക്കളയും എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യും. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഓരോരുത്തർ വന്ന് കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് പോകുമ്പം അത് അവരുടെ രീതിയിലാണ് അവർ കിച്ചൺ സെറ്റ് ചെയ്യുക. അപ്പം ഇന്ന് ഞാൻ റീസെറ്റ് ചെയ്യുന്നത് എനിക്ക് എന്താണ് ചെയ്തു വെച്ചാൽ ഞാൻ ഇപ്പോൾ തുറന്നു നോക്കാൻ പോവാണ്. ആ കുട്ടിമാമ ഞെട്ടിമാമ മൊമെൻറ്റിൽ നിങ്ങളും എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നലെ ഡാഡി മമ്മിയൊക്കെ വന്നിട്ട് നിലുവിനെ പിക്ക് ചെയ്തിട്ട് പോയി. ബിക്കോസ് സാറ്റർഡേ സൺഡേ ചിലപ്പം അവൾ അപ്പാപ്പൻ അമ്മാമ്മയുടെ അടുത്ത് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് അവൾ പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രീ ആണ്. നിത്താര അവിടെ ഉണ്ട് കേട്ടോ, നിത്താര അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് ഫ്രീ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടേ വെറുതെ ടി വി കണ്ട് സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ അകത്തൊരു ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള ഒരു മമ്മി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം എൻ്റെ ജ്യൂസ് ഞാൻ കുടിക്കാൻ പോകണം. ദിസ് ഇസ് എന്താ ഇത് സംഭവം? എന്താ ഇത്? സ്ട്രോബെറി ബ്രൂബെറി അതൊക്കെ ഇട്ടിട്ട് ഒരു സ്മൂതിയാണ് ഞാൻ ആദ്യം കുടിക്കാൻ പോണേ. ഇനി ഞാൻ നിങ്ങൾ ഇതൊക്കെ നോക്കൂ ഗൈസ്. നിങ്ങൾ വിചാരിക്കുക എൻ്റെ വീട് എപ്പോഴും ക്ലീൻ ആണെന്ന്. അല്ല, ഇതാണ് ഞങ്ങളുടെ പ്ലേ ഏരിയ. ഇതെപ്പോഴും ഇപ്പോൾ ഈയിടെയായിട്ട് ഇങ്ങനെയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ കുറച്ച് സാധനങ്ങൾ ഗ്രോസറി ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ സെറ്റ് ചെയ്യണം. എനിക്ക് കിച്ചൺ സെറ്റ് ചെയ്യണം. പരിപ്പ് കറി വെക്കണം. ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കണം. ഓൾറെഡി ചോറ് ഞാൻ വെച്ച് കഴിഞ്ഞു. ക്യാരറ്റ്, ബീട്രൂട്ട്, ഓറഞ്ച് ഇതെല്ലാം ഇവിടെ ഞാൻ ഇനി തുറന്ന് ഇവിടെ വെക്കും. അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഇതാ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ക്രീമാണ് ഞാനിപ്പോൾ. നിങ്ങൾ ആരോ പറഞ്ഞില്ലേ എൻ്റെ സ്കിൻ എങ്ങനെയെങ്കിലും ഗ്ലോ ആയിട്ടിരിക്കണമെന്ന്? അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പണി ഇതാണല്ലോ, എല്ലാം ട്രൈ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് മോയ്സ്ചറൈസർ ഒരു സൂപ്പറെണ്ണം കിട്ടിയിട്ടുണ്ട്. അതിട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആ ക്രീമിനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വരും. അപ്പം ഫേസ് വാഷ് ആയിട്ട് എന്തായാലും എത്ര തന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഫേസ് നമ്മൾ സൂക്ഷിക്കണം. ഫേസ് ഡെയിലി ക്ലീൻ ആയിട്ട് വെക്കണം. എൻ്റെ ക്ലൈമറ്റിൻ്റെ ആണെന്നറിയില്ല, എൻ്റെ സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആവുന്നത്. എനിക്ക് പൊതുവേ ഓയിലി സ്കിന്നാണ്. പക്ഷേ ഈ ക്ലൈമറ്റ് കാരണമാണോ, മഴയും വെയിലും തണുപ്പും എല്ലാം കൂടി മിക്സ് അല്ലേ, അപ്പം ഡ്രൈ സ്കിന്നാണ്. കുറേ മോയ്സ്ചറൈസേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ മിക്ക മോയ്സ്ചറൈസറിലും കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ക്രീം ആവുന്നതുകൊണ്ട് അധികം കെമിക്കൽ കോമ്പൗണ്ട്സ് ഇല്ലാത്ത ഒരു ക്രീമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വിച്ച് ഇസ് ബീട്രൂട്ടിൻ്റെ ഒരു ക്രീം തന്നെയാണ്. മമത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രോഫുൾ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കും, മോയ്സ്ചറൈസ്ഡ് ആയിട്ടും വെക്കും. ഫോർ എ സപ്പിൾ ആൻഡ് സോഫ്റ്റ് ഫിനിഷിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ആ ഒരു ക്രീമാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനെ ഈ വാരിക്കോരി ഇടുന്നതെന്ന്. കുറച്ച് കഴിയുമ്പോൾ നോക്ക് ഗൈസ്, ഡ്രൈ ആയിട്ടിരിക്കും. ബിക്കോസ് അത്രയ്ക്കും നമ്മൾ ലെയർ ചെയ്യണം. നോക്കൂ, നല്ല മണമാണ് ഇതിന്. ഐ ലവ് ദ സ്മെൽ. ഞാൻ ഈ ക്രീമാണ് ഇപ്പം തേക്കുന്നത്. ഓക്കെ, മാത്രമല്ല ബീട്രൂട്ട് നമുക്കൊരു നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു കോമ്പണൻ്റ് ആണ്. എന്താ പറയുക, ഒരു മെഴുക് ഫീൽ ഗൈസ്. ഐ ലവ് ദിസ് മോയ്സ്ചറൈസർ. ഞാൻ കഴുത്തിലും തേക്കും. ബിക്കോസ് കഴുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. പലരും മറന്നു പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് കഴുത്ത്, ചെവിയുടെ ബാക്കിൽ, നമ്മുടെ ഇവിടെയൊക്കെ തേക്കുക. ഞാൻ വേറൊരു പ്രോഡക്റ്റിനെ കൂടെ വെച്ചാൽ എനിക്ക് മമാഅർത്ത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. ബിക്കോസ് വേറൊരു കാര്യം, ഒരു ക്വിക്ക് ഫൺ ഫാക്ട് പറയാം. മമാഅർത്ത് ഇസ് ഫൗണ്ടഡ് ബൈ എ മമ്മ. ആക്ച്വലി അവരുടെ കൊച്ചിന് വേണ്ടി അവർ കുറേ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തു അത്രേ. അപ്പോൾ അവർക്ക് അത് ഇഷ്ടമായിട്ടില്ല കുറേയൊക്കെ. അപ്പോൾ അവരായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് കൊച്ചിന് വേണ്ടി ഉണ്ടാക്കിയിട്ട്
അങ്ങനെയാണ് ഈ ബ്രാൻഡ് തുടങ്ങിയത്, മമ എർത്ത് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇത് എന്താണെന്ന് വെച്ചാൽ മമ എർത്തിൻ്റെ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ്, വിച്ച് ഗിവ്സ് 24 hours മോയ്സ്ചറൈസേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഗുഡ്നെസ് ഓഫ് ടേമറിക് ആൻഡ് ലൈം ആൻഡ് എവറിത്തിങ്. ടേമറിക്ക് നമ്മുടെ സ്കിന്നിന് നമുക്കറിയാലോ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ മഞ്ഞളൊക്കെ തേച്ച് കുളിക്കുന്ന ആൾക്കാരല്ലായിരുന്നോ. അപ്പം ആ സമയം നമ്മൾ പറയും ഈ നല്ലൊരു ഗ്ലോവും തരും, നമ്മുടെ സ്കിന്നിന് ഒരു നല്ലൊരു ബ്രൈറ്റനിങ്ങും ഒക്കെ തരുന്നൊരു സാധനമാണ്. ഞാൻ ഇതും വെറുതെ ഒന്ന് കാണിച്ചു തരാം. സാധാരണ ഒരെണ്ണം തേച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും കാണിക്കുകയാണ്. വിറ്റമിൻ സി. ഇതിന് വേറെ തന്നെ ഒരു ചെറിയ ലൈറ്റ് സ്മെല്ലേ ഉള്ളൂ, പക്ഷെ ഇതിലും കെമിക്കൽ ഫ്രീ ആണ്. ആഹാ, നല്ല മണം ഗൈസ്. ശരിക്കും ഈ രാവിലെ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ ക്രീം തേക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഒരു ഫീലിംഗ് ആണ്. അപ്പം നിങ്ങൾക്കറിയാലോ ഇത് എവിടെയൊക്കെ കിട്ടുന്നറിയാലോ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്, സ്റ്റോർസിലും അവൈലബിൾ ആണ്. മാത്രമല്ല ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എൻ്റെ കോഡ് പേളി 2024 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ. ആൻഡ് പിന്നെന്താണ്, ഇത് നല്ലൊരു ബ്രാൻഡാടാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ബിക്കോസ് ഇത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് ഈ പാക്കേജിങ് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു സജഷനാണ് നിങ്ങളുടെ എങ്കിൽ, അത് നിങ്ങൾ അവിടെ ഇടുവാണെങ്കിൽ ആ ബ്രാൻഡ് അത് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒണിയൻ ഷാമ്പൂയുടെ പാക്കേജിങ് എന്തൊക്കെയോ അവർ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ക്രീമൊക്കെ തേച്ച് ഞാൻ സിന്ദൂരം നല്ലൊരു വൈഫാണടാ നീ വിചാരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ സത്യം പറയട്ടെ ശ്രീനി, എൻ്റെ മുടിയൊക്കെ ഇച്ചിരി ഇവിടെ നരച്ചിരിക്കുക. അപ്പം എന്തിനാ ഈ കറുപ്പ് വരി തേക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ റെഡ് വരി തേച്ചതാ. एक चुटकी सिंदूर का कीमत तुम क्या जानू രമേശ് സുരേഷ് ശ്രീനീഷ്. ഇനി നമുക്ക് പണി തുടങ്ങി. ഇന്ന് എന്തൊക്കെ പണിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തിരിച്ച് അടുക്കളയിലേക്ക് എല്ലാവരും ഓടിക്കും. ഞാൻ ഒരു മലയൊക്കെ ഇട്ടിട്ട് വരാം. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആദ്യം എനിക്കൊന്ന് എടുക്കണം, ബിക്കോസ് ഇന്നത്തെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. ഇനി കിച്ചൺ റീസെറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എവിടെയാണ് എല്ലാം ഇരിക്കണമെന്നൊന്നൊക്കെ നോക്കണം. ചിലപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എക്സ്പയറി ഒക്കെ ആയ സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിയില്ല. അതുകൊണ്ട് നമ്മൾ വേണം അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ വെക്കാൻ. ആൻഡ് ഐ റിയലി ലൈക്ക് ഓൾ ദിസ് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. ശ്രീനി, എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് നീ ക്ലീൻ ചെയ്തത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ? ഡെയിലി ഞാനല്ല ചെയ്യാറ്. ഹലോ, ഇതാരാനൊരു മഞ്ഞക്കിളിയുടെ മോദിപ്പാറ്റുണ്ടേ, കങ്കിടിപ്പം പിടിപ്പം പിടിക്കൊമ്പാലി മനസ്സിനുള്ളിൽ ഞാനും അവളും മാച്ചിങ് എന്ന്. അവളും ഞാനും യെല്ലോ, അവളും യെല്ലോ. യെല്ലോ യെല്ലോ ഡർട്ടി ഫെല്ലോ, ഹൗ ആർ യു സ്മാർട്ട് ഫെല്ലോ. തുപ്പിയോളൂ ഉമ്മ കൊടുക്കുമ്പോൾ തുപ്പല്ലോ. അപ്പം ഇതെങ്ങനെയാണ് ഒരു കൊച്ചിനെയും വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താലേ എനിക്കൊരു സമാധാനമുള്ളൂ. അങ്ങനത്തെ ഡിസോർഡർ ഉള്ളവർ കമൻറ്റ് ബിലോ. പിന്നെ ഇതാണ് നമ്മുടെ അവസ്ഥ ഗൈസ്, കണ്ടില്ലേ? പരിപ്പ്, വറ്റൽമുളക്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് എന്തായാലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ കുതിരാൻ വെക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇതെടുത്തിട്ട് ഇത് ആദ്യം നമ്മൾ വേസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം അത് വേസ്റ്റിലിടണം. 2 തരം വേസ്റ്റ് ഉണ്ട്, ഒന്ന് വെറ്റ് വേസ്റ്റ്, ഒന്ന് ഡ്രൈ വേസ്റ്റ്. ഡ്രൈ വേസ്റ്റിൽ ഇടാവുള്ളൂ, മാറിപ്പോകരുത്. മാറിപ്പോയാൽ നാറിപ്പോകും. അവർ പരിപ്പ് 2 തരം പരിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിത്താരം നിനക്കുള്ള ഫുഡാണ് കഴിച്ചില്ലെങ്കിൽ മമ്മി ദേഷ്യപ്പെടും. ഓക്കെ, കുറച്ച് പരിപ്പ്. ഇത് നമ്മൾ തൂർ ദാൽ എന്ന് പറയും, തോരൻ പരിപ്പാണ് ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നത്. ഇപ്പം 2 ഞാൻ മിക്സ് ചെയ്യാറുണ്ട്. ഇത് 2 മിക്സ് ചെയ്തിട്ട് ഇത് 2 നന്നായിട്ട് കഴുകണം. ഇങ്ങനെ നല്ലപോലെ നമ്മൾ വാഷ് ചെയ്യണം. ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം വാഷ് ചെയ്തിട്ട്. എന്തിനാ നേരത്തെ ചെയ്ത് വെക്കണമെന്നറിയോ? എന്ന് വെച്ചാൽ എങ്കിലേ ഇത് കുതിരും. ഇത് കുതിരുമ്പോൾ പെട്ടെന്ന് കുക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ ഓൾറെഡി വെണ്ടയ്ക്ക കഴുകി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്രൈ എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക പൊരിയൽ. ഇത് 2 ഉണ്ടാക്കാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. മനസ്സിലായോ? ഇനി നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് താഴെ വയ്ക്കും. നമ്മൾ സമയമെടുത്ത് ചെയ്യണം, എല്ലാം പട്ടയെന്നായിരിക്കണം. അപ്പം നമ്മൾ ആദ്യം ഇതെല്ലാം എടുത്ത് താഴെ വയ്ക്കുന്നു. താഴെ വെച്ചിട്ട് ഫസ്റ്റ് തട്ടാണ് നമ്മൾ ഇതാണ് നിതാരയുടെ പാൽപ്പൊടി. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യില്ലേ ഞാൻ പറയാം.
രാത്രി എനിക്ക് ഇതിന്റെ 2 സ്പൂൺ കഴിച്ചത് ഓർക്കുന്നു. അങ്ങനെയാണ് ഇത് തീർന്നു പോകുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ കയറി സ്റ്റൂളിന്റെ മുകളിൽ പൊക്കമുള്ള ഹസ്ബൻഡ് ഉള്ളവർക്ക് അവരെ യൂസ് ചെയ്യാം. പിന്നെ അത് പിന്നെ റൊമാൻറ്റിക് ആവും ഇങ്ങനെ എടുത്തൊക്കെ. അതിന്റെ ആവശ്യമൊന്നുമില്ല, അവരോട് തുടയ്ക്കാൻ പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് തുടയ്ക്കും. ഇപ്പൊ ഒരു ചെറിയ നനവ് ഇവിടെ വന്നില്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത തുണി എടുക്കും. നനവില്ലാത്തൊരു തുണി എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് നല്ലപോലെ അമർത്തി തുടങ്ങണം. നിങ്ങൾക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ട് അവരെയൊക്കെ ഓർത്തങ്ങോട്ട് തുറച്ചാൽ മതി, പെട്ടെന്ന് പണി തീരും. എന്നിട്ട് ഇതെടുക്കുക, എന്നിട്ട് ഇതെടുക്കുക. അതായത് നിങ്ങളിപ്പോ ഇത് കഴിഞ്ഞാൽ ഒരു മാരത്തൺ ഓടാൻ പോവാ, ആ ചിന്തയിൽ വേണം. ഇതിൽ കാണുമ്പേ ഈ 2 സ്പീഡിൽ വെച്ച് കാണുന്ന പോലെ ഉണ്ട്. പലരും ഇപ്പൊ എന്റെ വീഡിയോ അങ്ങനെ കാണണമെന്ന് ഞാൻ അറിഞ്ഞു. ഇത് 2 സ്പീഡിലും കൂടി കണ്ട അവസ്ഥ എന്തായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓൾറെഡി സ്പീഡ് കൂട്ടിയതാ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ വീഡിയോ കാണാനില്ലേ. അപ്പൊ എനിക്ക് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഒരു അമ്മയാണ് ഞാൻ, ഒരു യൂട്യൂബറാണ് ഞാൻ, ഒരു ആങ്കറാണ് ഞാൻ, ഒരു ഭാര്യയാണ് ഞാൻ, ഒരു മകളാണ് ഞാൻ, ഒരു ഭ്രാന്തിയാണ് ഞാൻ. അപ്പൊ ഇത് എക്സ്പയർ ചെയ്യാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1.5 വർഷമായി. അപ്പൊ ഇത് കളയാനുള്ളതല്ലേ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടുപിടിക്കാനാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ ചായപ്പൊടി, നമ്മുടെ പാൽപ്പൊടി, എല്ലാ പൊടികളും നമ്മൾ തിരിച്ചിങ്ങോട്ട് വെക്കുവാണ്. ഇത് തുടക്കുക, അത്രേ ഉള്ളൂ. ബേസിക്കലി നമുക്ക് പൊടി അടുക്കളയിൽ ഇരിക്കാൻ പാടില്ല. നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ട് മാക്സിമം അത് ക്ലീൻ ആയിട്ട് തന്നെ വെക്കണം എന്നാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല സോയാ ചങ്ക്സ്, നമ്മുടെ ചങ്കാണെന്നൊക്കെ പറയുന്ന പോലെ സോയാ ചങ്ക്സ് ആണ്. ഇതെനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന് തരുന്നതാണ്. ശ്രീയുടെ മമ്മി, അതായത് സ്വന്തം മകൻ പട്ടിണി കിടക്കുന്ന പേടിച്ചിട്ട് എനിക്ക് കൊണ്ടു തന്നത്. ഇതൊന്നുമില്ല, നമ്മുടെ പുളിയോഗര പോലെ ചോറ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അമ്മ എന്നെ മനസ്സിലാക്കണം, ഞാൻ ഒരു കുക്കറാണ്. ഓക്കെ, എങ്ങാനും ചിലപ്പോൾ ഞാൻ പട്ടിണി കിടക്കാണ്ടിരിക്കുകയായിരിക്കും. എങ്ങാനും ഞാൻ കുക്ക് ചെയ്തില്ലെങ്കിൽ ശ്രീനി തരാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി കഴുകി വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇതിൽ വലിയ അഴുക്കില്ല, അപ്പോൾ ഇത് ഞാൻ അധികം റീസെറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് ഓൾറെഡി നല്ല നീറ്റായിട്ട് വെച്ചിരിക്കുന്നത്. എങ്കിലും നമ്മുടെ സമാധാനത്തിന് നമുക്ക് വേണമെങ്കിൽ പതുക്കെ ഒന്ന് തുടയ്ക്കാം. നമ്മൾ ഇതിവിടെ വയ്ക്കുകയാണ്. ഇത് ശർക്കര കേട്ടോ, ഹോം മെയ്ഡ് ശർക്കരയാണ്. നിത്താരയ്ക്ക് ഇടയ്ക്ക് ഞാൻ കുറേ കൊടുക്കില്ല. ആരും പറഞ്ഞു അയ്യോ കുഴപ്പമില്ല, ഇച്ചിരി കൊടുക്കാം. ഇതെന്താണെന്നറിയോ ഗൈസ്, ബാദാം പിസിൻ. എനിക്ക് ഡാഡി തന്നതാണ്. പിസിൻ എന്നാണ് ഇതിനെ പറയാ, ബദാം പിസിൻ എന്നാണ് ഇതിന് പറയാ അല്ലേ. ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് ഒരു വൈറ്റ് കളർ ആവും രാവിലെ. ഇത് കുടിക്കുന്നത് വയറിന് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ഉള്ളൊരു സാധനമാണ്. ഇനി ഞാൻ ഈ സ്ലാബ് ഒന്ന് ക്ലീൻ ആയിട്ട് നമ്മൾ മിക്സിയൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റും. എന്നിട്ട് എല്ലാം നമ്മൾ ഈ സ്ലാബേ ചിലപ്പോൾ ഞാൻ രാത്രി ഭയങ്കര എനർജിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ എന്തെന്ന് വെച്ചാൽ സോപ്പ് വെള്ളം ഇട്ടിട്ട് എപ്പോഴും ഓക്കെ. അപ്പം ഇന്ന് ഞാൻ തുടയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, കണ്ടില്ലേ എത്ര പൊടിയാ നോക്കൂ. അപ്പം നിങ്ങൾ ഇത്രയും പൊടി അവിടെ നിന്ന് വന്നതെന്ന്. ഗൈസ്, നിങ്ങൾ ബീട്രൂട്ടൊക്കെ ഞാൻ തുറന്നാൽ മറന്നാ അതിൻ്റെ പൊടിയാണിത്. ഓക്കെ, അല്ലെങ്കിൽ ഇത്രയും പൊടി വരാറില്ല. അപ്പം നമ്മൾ പൊടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, രഞ്ജു നീ ചിരിക്കില്ല കേട്ടോ. ഈ വീഡിയോ നിനക്ക് ഞാൻ അയച്ചു തരും. ഇതുപോലെ വേണം നീ ചെയ്യാൻ. അങ്ങനെയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കുള്ള റെഫറൻസ് വീഡിയോ ആണ്. അത്ര സൂപ്പർ ഫാസ്റ്റ്. ഈ സാധനം ഭയങ്കര ഇഷ്ടം. ഇത് നമ്മുടെ ഡോറിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാമേ. ഇങ്ങനെ നമുക്ക് തൂക്കിയിടാം. അപ്പൊ നമ്മൾ തൂക്കിയിടുമ്പോ ഇങ്ങനെ പൊടി ഇങ്ങനെ അങ്ങോട്ട് നല്ലല്ലേ ഇത്. എന്തിനാണാവോ ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഇതിൽ കട്ട് ചെയ്താൽ ഇതിൽ സ്ക്രാച്ച് ആവും. അപ്പൊ ഇത് വെറുതെ ഒരു ഡെക്കറേഷൻ ആയിട്ട് വെച്ചേക്കണം. നോക്കണോ ഇത് സ്ക്രാച്ച് ആണോ? എനിക്ക് തോന്നേ ഇതില് മറ്റേ റൊട്ടി ബിസ്ക്കറ്റ് ഒക്കെ വെക്കാനാണ് ഗസ്റ്റ് വരുമ്പോഴേ. ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു. ഈ സാധനം ഞാൻ കളയാൻ പോണ്. പക്ഷെ ഈ സാധനം എനിക്കിഷ്ടമാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചില സാധനം പാക്കറ്റൊക്കെ പൊട്ടിക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് സിപ്പ് ലോക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ റബ്ബർ ബാൻഡ്, കൊച്ചിന്റെ തലയിലിടുന്ന ബോ, ഇതൊക്കെ സത്യം. അപ്പൊ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ രാവിലെ ഡെലിവറി സ്കൂളിൽ വിടാൻ നേരത്തെ റബ്ബർ ബാൻഡില്ലേ ഞാൻ വന്നിട്ട് മുളക് പൊടിയുടെ റബ്ബർ ബാൻഡ് എടുത്താണ് അവളുടെ തലയിൽ. അപ്പൊ അതാണ് എൻ്റെ അവസ്ഥ. അപ്പൊ ഇത് ഞാൻ കളയാൻ പോണ ഗൈസ്, എന്നെ ആരും ഒന്നും പറയരുത്. ബിക്കോസ് കളയാനുള്ളത് കളഞ്ഞിരിക്കണം. ഇനി അടുത്തത് അപ്പോഴും നമ്മുടെ പരിപ്പ് അവിടെ എന്തായിക്കൊണ്ടിരിക്കുക, സോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഷോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
പിന്നെ ആരോ കമന്റ് ചെയ്തല്ലോ പെളി കട്ടിംഗ് ബോർഡിന്റെ കാര്യം. ഇതാണ് ഞാനിപ്പോൾ ശരിക്കും യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ്. പിന്നെ ഈ കട്ടിംഗ് ബോർഡ് കണ്ടില്ലേ, ഇതെന്തിനാന്ന് വെച്ചാല് കട്ടിംഗ് ബോർഡ് ഷേവിങ് ഇല്ല. ഇത് ഞാൻ മീറ്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാൻ പാടില്ല. മീറ്റ്, ചിക്കൻ അങ്ങനത്തെ സാധനങ്ങൾ, ഡേർട്ടി ആയിട്ടുള്ള സാധനങ്ങൾ ഈ കട്ട് ചെയ്യാനാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ കൂടുതലും ഈ വെജിറ്റബിൾസ് മറ്റേ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞു. അപ്പൊ മെയിൻ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി സ്ഥലങ്ങൾ തുടയ്ക്കാനുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജാണിത്. ഫ്രിഡ്ജ് നോക്കൂ. എന്റെ ഫ്രിഡ്ജിന്റെ ടൂർ ഞാൻ എല്ലാവരും ചോദിക്കണേ, ഞാൻ എന്താ ചെയ്യാത്തേന്നറിയോ? എന്താ ചെയ്യാത്തേ? അത്രയും വെച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഈ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കും ഇത്ര മതി എന്ന് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് അടുത്ത വ്ളോഗ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫ്രിഡ്ജ് ക്ലീനിങ് അല്ല ഞാൻ പറഞ്ഞത്, കിച്ചൺ റീസെറ്റ്. I can't do it. I can't do it. Please, I can't do it. I can't do it. അത് ശ്രീനി ചെയ്യണ വീഡിയോ ആയിടാ. ഇല്ല, ഫ്രിഡ്ജ് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയോ സാധനങ്ങൾ, ഫേസ് മാസ്ക് ഒക്കെ ഉണ്ട് അതില്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എന്തൊക്കെയോടാ. പക്ഷെ ഞാനേ ഈ വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഇതൊക്കെ ഞാനിങ്ങനെ തൊലി കളഞ്ഞാണ് ഞാൻ സ്റ്റോർ ചെയ്യുക. ഒരു ഗ്ലാസ് ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഇട്ട്. അപ്പൊ എന്താ പറ്റുക, അത് ചീത്തയാവത്തുമില്ല. ടിഷ്യൂ ഇടയ്ക്കിടയ്ക്ക് മാറ്റണേ, അല്ലെങ്കിൽ ആ ടിഷ്യൂ നനവുണ്ടെങ്കിൽ അത് ചീത്തയാവാൻ ചാൻസ്. ഇറ്റ്സ് ആക്ച്വലി ക്ലീൻഡാ. ക്ലീൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്? ക്ലീൻ അല്ലേ? നീറ്റ് ആൻഡ് ടൈഡി. ഇവിടെ വെജിറ്റബിൾസ് ഇവിടെ ഇത് വരും. ഇവിടെ സോയാ സോസ്, ആ സോസ്, ഈ സോസ് എല്ലാം ഇതിനകത്താണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ കിച്ചണില്. ഇത് റിയലിസ്റ്റിക് കിച്ചൺ ഫ്രിഡ്ജാണ്. ഇത് നോക്കൂ. ഇതൊക്കെ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ സ്ട്രോബെറി ഞാൻ ഫ്രീസറിൽ കഴുകി വൃത്തിയാക്കി വെക്കും. രാവിലെ സ്മൂതിക്കുള്ളത്. അപ്പം ഇത് തീർന്ന് ഞാൻ പിന്നെയും വാങ്ങിക്കും. എനിക്ക് സ്ട്രോബെറി ഫ്രഷ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ നല്ലത് കിട്ടുമ്പോൾ വാങ്ങിച്ചു വയ്ക്കും. അതേപോലെ ബ്ലൂബെറി. ഇപ്പം ഞങ്ങൾ രാവിലത്തെ സ്മൂതി എന്ന് പറയുന്നത് സ്ട്രോബെറി ബ്ലൂബെറി പാല്, അത് ചോണ്ട് മിൽക്കാണ്. കണ്ടില്ലേ, റോബസ്റ്റ പഴം. പക്ഷെ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കും. അത് 2 ദിവസം കൂടുമ്പോഴൊക്കെ വാങ്ങിച്ചാൽ മതി. പക്ഷേ ബ്ലൂബെറി സ്ട്രോബെറി ആക്ച്വലി നല്ലത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാനത് മാറ്റി വയ്ക്കും. പിന്നെ അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഫ്രീസർ. ഇനി ചോറ് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ വാർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബിണ്ടി ഫ്രൈ ഉണ്ടാക്കണം, ഇതുണ്ടാക്കണം. ഫ്രിഡ്ജ് ഞാൻ പുറമേ തുടയ്ക്കാട്ടാ. തുടയ്ക്കുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടില്ലേ, ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ തായ്ലൻഡ്, ഇസ്താൻബുള്, ഫുക്കറ്റ്. അയ്യോ, ഇതെന്താ എല്ലാം തായ്ലൻഡേ പോയിട്ടുള്ള നമ്മള്. ഇസ്താൻബുള്, ബാങ്കോക്ക്. ഇല്ല, ഇസ്താൻബുൾ താഴെ വീണു. സോറി. കിച്ചൺ റീസെറ്റ് എന്ന് വെച്ചാൽ കുളമാക്കിയിട്ട് ചെയ്യേണ്ട സാധനമല്ല. ഓൾറെഡി ക്ലീൻ ആയിരിക്കണതിന് തന്നെ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് അടിച്ചുകൊണ്ടിരിക്കണം. അതായത് നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് പോലെ, അതായത് നമ്മൾ എത്ര വഴക്കുണ്ടാക്കിയാലും അന്ന് രാത്രി സോൾവ് ചെയ്തിട്ടേ ഉറങ്ങാവുള്ളൂ എന്നും പറഞ്ഞ് എപ്പോഴെങ്കിലും സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വല്ലപ്പോഴും സോൾവ് ചെയ്ത പ്രശ്നവും. അപ്പം ഡെയിലി അന്നുള്ള ആഹാരം അന്നന്ന് കഴിക്കുക, അന്നുള്ള പിണക്കങ്ങൾ അന്നന്ന് തന്നെ മാറ്റുക. ഇതാണ് ഞാനും ശ്രീനി ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പിണങ്ങിട്ട് കുറെ നാളായല്ലേടാ. ഞാൻ പിണങ്ങട്ടെടാ, പ്ലീസ് വേണ്ടടാ. ഓക്കെ, ഇനി ഈ സ്ഥലം നമ്മൾ തുടക്കാൻ വേണം. ഇവിടെ നിങ്ങൾക്ക് ഒരു റിഫ്ലക്ഷനിൽ കാണാമല്ലോ. അഗൈൻ ഈ സ്ഥലം ഭയങ്കര നമ്മൾ തൊടുന്ന ഏരിയ ആണ്. ബിക്കോസ് ഇതിനകത്താണ് നമ്മുടെ മൈക്രോവേവ് അവൻ വരുന്നത്. അവൻ പുലിയാണ്. അപ്പം മൈക്രോവേവ് ഓബ്വിയസ്ലി നമ്മൾ തുറക്കുക അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ഏരിയയിൽ ഒരു അഴുക്ക് വരുന്നുണ്ട്. അപ്പം അതും നമ്മൾ തുടക്കുകയാണ്. ക്ലീനിങ് സാധാരണ ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല പാട്ടിട്ടിട്ട് ഞാൻ അധികം മിണ്ടൂല. എനിക്ക് ഭയങ്കര അതാണ് എൻ്റെ ഒരു DJ പോലെ. DJ പാർട്ടി എന്ന് പറയുന്ന പോലെ എൻ്റെ DJ പാർട്ടി കിച്ചണിലാണ്. പളപളാന്ന് തിളങ്ങണം. എങ്ങനെ തിളങ്ങണം? പള്ള എന്ന് തിളങ്ങണം. ഇനി ഈ സൈഡ് ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക സ്റ്റോറേജ്, ടോയ്ലറ്റ് റോൾസ്, ക്ലീനിങ് സപ്ലൈസ്, പിന്നെ അതൊക്കെ ഇവിടെയാണ് ഞാൻ സ്റ്റോർ ചെയ്യാറ്. അപ്പം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് വയ്ക്കും. ഇതിലൂടെ സ്ലൈം ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഈ സ്ലൈം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മോണിറ്റർ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഞാൻ കൈ കൊടുക്കുള്ളൂ. ഞാൻ അറിയാണ്ട് ഇവൾ എടുക്കാണ്ടിരിക്കാൻ ഞാൻ ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഈ വീഡിയോ എന്തെങ്കിലും കാണാണ്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അതിൻ്റെ അപ്പം ഇത് നമ്മൾ റീസെറ്റിംഗ് ആണ് ഈ ഏരിയ. നമ്മൾ ഇങ്ങനത്തെ ഡോറുള്ളവർക്കേ ഇവിടെയും ഒരു അഴുക്ക് വരും കേട്ടോ, ഈ ഏരിയ കണ്ടോ. അപ്പം ഇത് നമ്മുടെ സ്റ്റോറേജ് ഏരിയ ആണ്. അകത്തൊക്കെ പോവോ? എടാ, എവിടെ കണ്ണെത്തുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ കൈ എത്തണം.
ഇവിടെയാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻസ് ഒക്കെ വെക്കണേ. ഇതിൻ്റെ അടിയിൽ തുടക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ അടിയിൽ ഗ്രില്ലാണ്. അപ്പോൾ എന്തായാലും അതിന് അടിയിലേക്ക് വേസ്റ്റ് പോകത്തുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ. പക്ഷെ അങ്ങനെ വേസ്റ്റ് വരില്ല. നമ്മൾ കഴുകിയ പാത്രങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് വെക്കാവുള്ളൂ. ഞാൻ രഞ്ജുവിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതായത് നനവോടെ പാത്രങ്ങൾ നമ്മൾ ഒരിക്കലും കിച്ചണിലെടുത്ത് വെക്കാൻ പാടില്ല. ബിക്കോസ് അതിൻ്റെ മോയ്സ്ചറും മണവും ചിലപ്പോൾ പല്ലി വരാനും പാറ്റ വരാനൊക്കെ അതായിരിക്കും ചാൻസ്. അപ്പോൾ എപ്പോഴും നമ്മൾ കഴുകിയ പാത്രം, പണ്ട് അമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ, കഴുകിയിട്ട് അവർ പുറത്ത് കൊണ്ടുവയ്ക്കും, വീടിൻ്റെ പുറത്ത് വെയിലത്തൊക്കെ കൊണ്ടിട്ട് ഉണക്കും. അപ്പം അങ്ങനെ സിസ്റ്റം നമുക്കിപ്പോൾ ഫ്ലാറ്റിൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം നമ്മൾ തന്നെ അത് ഉണങ്ങാൻ, ഇപ്പോൾ ഉണങ്ങിയില്ല എന്ന് വിചാരിക്കുക, ഒരു നല്ല തുണി, അതായത് ഫ്രഷ് തുണി എടുത്ത് ആ പാത്രങ്ങൾ തുടച്ച് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കബോർഡിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതൊന്നും കൂടി ഞാൻ കഴുകാണ്. സ്പൂണിൻ്റെ ഏരിയ പൊതുവേ എപ്പോഴും ക്ലീനാണ്, എങ്കിലും എൻ്റെ ഒരു സന്തോഷം ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇവിടെ അവസ്ഥ. ഇതാണ് നമ്മുടെ സ്പൂൺസ്, തവി, കത്തി എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആണ്. പക്ഷേ ഇതിൽ ചില ഏരിയാസ് എനിക്ക് എപ്പോഴും തോന്നും ഇച്ചിരി പൊടിയുണ്ടല്ലോ എന്ന്. ആ ഏരിയ മാത്രം ഞാൻ എന്ത് ചെയ്യും, ഇന്ന് ഞാൻ തുടയ്ക്കാൻ പോവാണ്. എനിക്ക് ഫൈബർ ഭയങ്കര ഇഷ്ടമായി, തുണി. ഇപ്പോഴും നമ്മുടെ ഒരു സാധനം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരാ കറക്റ്റ്. നീ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുന്നു. ഇനി എനിക്ക് തുടയ്ക്കണം എന്ന് ആഗ്രഹമുള്ളൊരു മെയിൻ ഏരിയ ആണ്. ഞാൻ എല്ലാം ഇങ്ങനെ വെക്കട്ടോ, മുളക് പൊടി എല്ലാം ഞാൻ തന്നെ എഴുതി വെക്കും, ടർമറിക് എന്നൊക്കെ എഴുതി വെക്കും. സാമ്പാർ പൊടി, എൻ്റെ സാമ്പാർ പൊടി തീരാറായടാ. ഓക്കെ, ചിക്കൻ മസാല. ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു കഴിച്ചു. പക്ഷെ ഇന്ന് എനിക്കതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാം ഞാൻ അറിയുന്നു എന്നൊക്കെ പറയും. മല്ലിപ്പൊടി എല്ലാത്തിലും ഇടും, ഓൾമോസ്റ്റ് എല്ലാത്തിലും ഇടും. ചിക്കൻ കറിയിലിടും, കുരുമുളക്, ഗരം മസാല. ഇത് ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, എനിക്ക് അറിയാണ്ടിരുന്ന വേറൊരു കാര്യം, ഇത് പലർക്കും അമ്മമാർക്ക് അറിയായിരിക്കും. വെറും ചില്ലി പൗഡറും കാശ്മീരി ചില്ലി നമ്മൾ വ്യത്യാസം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു വെറുതെ കാശ്മീരിൽ നിന്ന് വന്നൊരു ചില്ലി പൗഡറും ഇത് വെറുതെ അങ്ങനെ വിചാരിച്ചില്ല. പിന്നെ മനസ്സിലായി കളറിനാണ് കാശ്മീരിയും. ഇത് ഭയങ്കര എരിവാണ്, ഇച്ചിരി ഇട്ടാൽ മതി. അത് ഇട്ടാൽ 2 സ്പൂണൊക്കെ ഇടാം, പക്ഷെ ഇതൊക്കെ ഇച്ചിരി ഇട്ടാൽ തന്നെ നമുക്ക്, അതുകൊണ്ടാണ് ഇത് തീരാണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, അഴുക്കണ്ടോ? ഇത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിടും. അതുകൊണ്ട് ഈ ഏരിയ നല്ലപോലെ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകാം. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആക്കി വയ്ക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫീലിംഗ് വരും കേട്ടോ. വി ഫീൽ സോ നൈസ്, നമ്മുടെ വീട് നല്ല ക്ലീൻ ആയല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് വരും. പക്ഷെ ഇതേ സമയം ഞാൻ തീരുമാനിക്കുകയാണ്, ഇന്ന് TV ഒക്കെ കണ്ടിരിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ TV കാണാം. പക്ഷെ ആ ഒരു ദിവസം നമ്മൾ വേസ്റ്റ് ചെയ്യല്ലേ. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് പോകണം അല്ലേ. അതായത് എനിക്ക് എൻ്റെ ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ഞാൻ വെക്കുന്നത് എപ്പോഴും സാമ്പാർ പൊടിയും ചിക്കൻ മസാല ഇവിടെ വെക്കും, കോർണറിൽ വെക്കും. അപ്പം എനിക്ക് കുക്ക് ചെയ്യുമ്പോഴേ തപ്പുണ്ടല്ലോ എന്താണ് എവിടെ എന്നുള്ളത്. പിന്നെ ഞാൻ വെക്കാൻ പോകുന്നത് മുളക് പൊടി, മറ്റേ മുളക്, 2 മുളക് പൊടിയും അടുത്തടുത്ത് വെക്കും. ഇപ്പുറത്തെ കാശ്മീരി, ഇപ്പുറത്തെ റിയൽ ചില്ലി. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജീര പൗഡർ ഇതിൻ്റെ ഇടയിലേക്ക് വെക്കും. ജീര പൗഡർ വല്ലപ്പോഴാണ് യൂസ് ചെയ്യാറ്. പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഫ്രണ്ട്സാണ്. എന്നിട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടി അടുത്തടുത്ത് വെക്കും. ഇനി കായം പൊടി നമ്മൾക്കറിയാമല്ലോ, എല്ലാത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇത് കുരുമുളകാണ്, ഇത് നമ്മുടെ സോൾട്ടാണ്. ഇത് കഴിഞ്ഞ് ഇനി ഇങ്ങോട്ടേക്ക് വരൂ. സ്ക്രാച്ച് ആവാൻ പാടില്ലാത്ത സാധനങ്ങൾ വെക്കുന്നതും കപ്സ് വെക്കുന്നതും. ഓൾറെഡി ഇതും ക്ലീൻ ആണല്ലോ ശരി, ഇതൊന്നും ചെയ്യാനില്ല ആക്ച്വലി. ഇതെന്താ വെച്ചാൽ നമ്മുടെ ദോശക്കല്ലാണ്. ദോശക്കല്ല് ഞാൻ ഇവിടെ എപ്പോഴും വെക്കുക. ഇത് ദോശയിൽ ഒഴിക്കാനുള്ള എണ്ണ സാധനങ്ങൾ, ഇടിക്കുന്ന സാധനം. പിന്നെ നമ്മുടെ ചൂടുള്ള സാധനം നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് എടുത്ത് ടേബിളിൽ വെക്കരുത്. അപ്പോൾ ചൂടുള്ള കപ്പ് വെക്കാനും ഇതൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ് ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ദോശയിൽ തേക്കുന്ന തുണി, ഈ തുണിയുടെ കഥ ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ തുണി ഞാൻ എപ്പോഴും വാഷ് ചെയ്ത് ഇങ്ങനെ വെക്കും. അതായത് ദോശക്കല്ല് തുടയ്ക്കുന്ന തുണി. അപ്പോൾ ആ തുണി വെക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചാണ് ഈ പാത്രം. ഇത് താളിക്കുന്ന സാധനം. അപ്പോൾ എപ്പോഴും നമ്മൾ താളിക്കുന്ന സമയത്ത് ഈ പാത്രം എവിടെയാണെന്ന് പറഞ്ഞ് തപ്പുണ്ടല്ലോ. അപ്പോൾ താളിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ട് ഞാൻ വയ്ക്കും. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് രണ്ടും ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ
നമ്മുടെ ഒരു വൈറ്റ് കളറാണ് ഈ സ്ലാബ്. ഈ സ്ലാബിൽ വല്ല നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ അതിൽ സ്റ്റെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. ചില സ്ലാബിലാവില്ല, ഈ സ്ലാബിലാവാറുണ്ട്. അപ്പോൾ അതാവാണ്ടിരിക്കാൻ ഞാൻ ഈ പാത്രം ഇവിടെ അങ്ങോട്ട് വെക്കും. കുക്കിംഗ് തുടങ്ങുമ്പോഴേ ഞാൻ ഇവിടെ വെക്കും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സ്പൂണും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ കറി താഴെ ആകത്തുമില്ല. എല്ലാ കുക്കിംഗ് കഴിയുമ്പോഴേക്കും ഈ സാധനം കൊണ്ട് കഴുകിയാൽ പണി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ വിചാരിക്കും രാത്രി മാത്രം തുടച്ചാൽ മതി. ഇല്ല, രാവിലെ തന്നെ തുടയ്ക്കുക. ഓരോ കുക്കിംഗ് കഴിയുമ്പോഴും നമ്മുടെ അടുപ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് പോയാൽ അത്രയും പണി കഴിയും. ബിക്കോസ് അത് രാവിലെ നമ്മളിപ്പോൾ കുറച്ച് കറി വീണമെന്ന് വിചാരിക്കുക, രാത്രി വരെ നമ്മൾ കഴുകാണ്ടിരുന്ന അത് അള്ളി പിടിച്ച് അട്ടി എന്താ പറയുക കല്ല് പോലെ ആയിപ്പോവും. അത് പിന്നെ ഉരച്ച് കഴുകാൻ ഭയങ്കര പാട്. ഇത് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് പോയാൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മുടെ കിച്ചൺ വൃത്തിയായിട്ടിരിക്കും. പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നു, ഒരു ചായ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവർ കിച്ചണിലേക്ക് കയറി വന്നാൽ എൻ്റെ അമ്മോ അവർ പേടിക്കരുതല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ പറയും എന്താണ് പറയൂ, അപ്പോൾ അവർ പറയും എന്ത് പളപളാം തിളങ്ങുന്ന. ഓ, നമ്മൾ മിക്സി തുടച്ച് വെച്ചിരിക്കുകയാണ്. തിരിച്ച് അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുക. സാധാരണ ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ പുറത്തെടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ പ്ലേറ്റ്സ് വെക്കുന്ന ഏരിയയാണ്. പ്ലേറ്റ്സും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യും. അതായത് വലിയ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റ്, ഐലൈൻ ചെറിയ പ്ലേറ്റ്, സ്ലീവ് പ്ലേറ്റ്, അടപ്പുകൾ, ചെറിയ പ്ലേറ്റ്സ്, അടപ്പുകൾ എല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അതും ഓൾറെഡി ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കും ക്ലീൻ ചെയ്യുക. കണ്ടോ, നമ്മൾ കുക്ക് ചെയ്യുമ്പം ലീക്കായി വീഴുന്ന ഏരിയയാണിത്. അപ്പോൾ ഈ ഏരിയ ഒന്ന് നമ്മൾ ക്ലീൻ ആക്കി വിടണം. വേറൊരു ഏരിയയാണ്. ഇതിനകത്ത് ഭയങ്കര ഒരു സ്റ്റോറേജാണ്. അതായത് നമ്മുടെ മിക്സി വാങ്ങിക്കുമ്പോൾ എന്തിനാന്ന് അറിഞ്ഞൂടെ ഒരു കെട്ട് കണക്കിന് വേറെ കുറേ സാധനങ്ങൾ തരും. അതെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ച് ആവശ്യമുള്ള 2 മിക്സി മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പുട്ടുകുറ്റി, പിന്നെ പാത്രങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ശ്രീനിക്ക് പനിയാരം ഉണ്ടാക്കാമെന്ന് ഞാൻ ശ്രീനിനെ പ്രോമിസ് ചെയ്ത് ഞാൻ വാങ്ങിയൊരു സാധനമാണ് ഇത്. ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കി തരാം. ഇത് എൻ്റെ കല്ലിൻ്റെ പാത്രമാണ്. ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഐ ലവ് ഇറ്റ്. ഓക്കെ, ഈ പാത്രം നല്ലല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇന്ന് പരിപ്പ് ഇതിലുണ്ടാക്കട്ടെ. ഞാൻ മീൻകറി ഉണ്ടാക്കുന്നതല്ലേ? എന്താ മീൻചട്ടിയല്ല? ഓക്കെ ഗൈസ്, കമൻറ്റ് വരൂ. ഓക്കെ, അത് പരിപ്പറി ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇന്ന് തിരിച്ചു വെക്കാം കേട്ടോ. പരിപ്പറിക്കുള്ള പാത്രം റെഡി. ഇനി നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന വേറൊരു സ്ഥലമുണ്ട്, നമ്മുടെ ഈ സാധനം എക്സോസ്റ്റ്. ഇതിൻ്റെ മേളിലാണ് എപ്പോഴും പൊടികൾ വരാനൊക്കെ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഏരിയ കണ്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു സാധനം വെന്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക ഇതൊന്ന് തുടച്ചാലൊന്ന്. അപ്പോൾ തുടച്ചു തരും. പക്ഷെ എന്ത് പറ്റുമെന്നറിയോ, കറിയിലേക്ക് പൊടി വീഴും. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്താ, എന്താണ് പറയൂ? യെസ്, കറക്റ്റ്, വെരി കറക്റ്റ്. ആദ്യം നമുക്ക് പരിപ്പ് വയ്ക്കണോ അതോ മറ്റേ ഇത് വെക്കണോ? പരിപ്പ്. രണ്ടും ഒരുമിച്ച് വെക്കാം. അതെങ്ങനെയുണ്ട്? രണ്ടും ഒരുമിച്ചാണ് വെക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ പാത്രങ്ങൾ രണ്ടും റെഡി ആക്കണം. ഇതിലാണ് നമ്മൾ ബിണ്ടി ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ബിണ്ടി ഫ്രൈനുള്ള സാധനം റെഡി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വേറൊരു സാധനം എന്താണ്? പരിപ്പ്. കറക്റ്റ്. പരിപ്പിന് ആവശ്യമുള്ള ഉള്ളി എടുക്കുക. ഉള്ളി തൊലി കളഞ്ഞ് വെക്കരുതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടി പറഞ്ഞിട്ട് എനിക്കൊന്ന് കമൻറ്റ് തരുമോ? ഞാൻ ഇങ്ങനെ ചെയ്യാറ്. തൊലി കളഞ്ഞ് കൺസീൽഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഫ്രിഡ്ജിൽ വെച്ചു. ഈ സമയമാകുമ്പോൾ രഞ്ജു മിത്താരേനെ ഉറക്കിയിട്ടുണ്ട്. അവൾ ഈ സമയത്ത് എൻ്റെ കൂടെ വരും. എന്നിട്ട് രഞ്ജുവാണ് ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് പുറത്ത് ഞാനും സ്ട്രെയിനും കൂടെ കഴിക്കാൻ പോയേ, നമ്മുടെ മറ്റേ ഗ്രാൻഡ് ഹോട്ടലിൽ. അപ്പോൾ ഒരു ചെറിയ പയ്യൻ, നല്ലൊരു സ്മാർട്ട് പയ്യൻ, അവൻ വന്നിട്ട് പറയുന്നത് ചേച്ചി ഐ വാച്ച് യുവർ വീഡിയോസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ, എന്താ പേര് എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഓർമ്മയില്ല, എന്തോ ഒരു പേര് പറഞ്ഞു. പേര് ഞാൻ ചോദിച്ചോന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ പയ്യൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഹാപ്പി ഒരു കാര്യം, ഐ വാച്ച് ഓൾ യുവർ വീഡിയോസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പാട്ട് പാടിക്കേ ബബ്ബ പോളി പോളി ഷോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ബോയ്സ് നമ്മുടെ വീഡിയോ കാണുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഐ തിങ്ക് സ്മാർട്ടായിട്ടുള്ള കുറേ ബോയ്സ് ഈ വീഡിയോ കാണുന്നുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ഗൈസ്, ഇപ്പോഴേ കുക്കിംഗ് ഒക്കെ പഠിച്ചു വെച്ചോളൂ. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴേ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ നിങ്ങൾ കുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അന്ന് നിങ്ങൾ അമ്മേനെ മിസ് ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറികൾ എന്തൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അച്ഛനാണ് നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് എല്ലാം പഠിക്കുക. കുക്കിംഗ് എപ്പോഴും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് എ ലൈഫ് സ്കില്ലാണത്. അപ്പം നമ്മുടെ വെളുത്തുള്ളി റെഡി. വെളുത്തുള്ളി, സവാള, തക്കാളി, ഇത്രയേ ഉള്ളൂ ആക്ച്വലി. ഇനി ജീരകമൊക്കെ ഇടുന്നത് ബിക്കോസ് ഇത് കുഞ്ഞിനുള്ളതുകൊണ്ട് അധികം മസാല ഞാൻ ചേർക്കാറില്ല. ഇത് ഞാൻ ഉണ്ടാക്കും. കുഞ്ഞിനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെടുത്ത് കഴിക്കും. കുക്കർ എവിടെ? എനിക്കെൻ്റെ ഫ്ലോ എനിക്ക് വളരെ പ്രധാനപ്പെട്ട സാധനമാണ് ഫ്ലോ. ഒരു ഡാൻസ് പോലെയാണ് കുക്കിംഗ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്ലോയിൽ ഇങ്ങനെ പോകണം. അപ്പം നമ്മൾ പെട്ടെന്ന് പരിപ്പ് കറി തുടങ്ങുമ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് വഴറ്റി കിട്ടാനായിട്ട്. അപ്പം നമ്മൾ ഇച്ചിരി ജീരകം ഇടുന്നു,
ഒരു നുള്ളു. വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ അണിയൻസ് ഇടുവേ. സവാള ഇടും. അയ്യോ, ഇത്രയും സവാള ഇടണ്ടായിരുന്നു. അത് ഇതിന് വേണ്ടിട്ടല്ലേ. പേടിക്കണ്ട ഗൈസ്, പേടിക്കണ്ട. ലേഡി ഫിംഗർ. ഈ സമയത്ത് ഈ ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പിടും. കായപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 3 പിച്ചുക്ക് 1 2 3 ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സാമ്പാർ പൊടി 1 സ്പൂൺ ഞാനിതിലിടും. അതിൻ്റെ ഫ്ലേവറേ വേറെ ആയിരിക്കും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വാടണം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമയം ക്ലീനിങ്ങിനും എല്ലാത്തിനുമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ വീട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പം എങ്ങനെയൊക്കെയോ നമ്മുടെ മനസ്സും പതുക്കെ ക്ലീൻ ആവുമെന്ന് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൽ പറയുന്നുണ്ട്. അതല്ലെങ്കിലും എല്ലാവർക്കും അറിയണ കാര്യമാണ്. പക്ഷെ ഒരു ബുക്കിൽ വായിക്കുമ്പോൾ ഓഹോ അത്രയാണോ സത്യമാണോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് കറക്റ്റാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ക്ലട്ടർ ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എന്താ എൻ്റെ ലൈഫ് ഇങ്ങനെ എന്നൊക്കെ തോന്നുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചൺ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ തുറക്കാണ്ട് അത് തുറന്ന് അതിനകത്ത് ഫുള്ള് ബുക്കും പേപ്പറും ആണല്ലോ, അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ചില കബേർഡൊക്കെ കിടക്കുന്നുണ്ടോ, അത് നമ്മൾ തൊടാണ്ട് വെക്കും. ഒരു ദിവസം അതിന് വേണ്ടി സമയം കണ്ടെത്തി തുറന്ന് കളയാനുള്ളതൊക്കെ കളയുക, വേസ്റ്റുകളൊക്കെ കളയുക. നമ്മുടെ ലൈഫിലുള്ള വേസ്റ്റുകളും പതുക്കെ പോകുന്ന പോലെ നമുക്ക് തോന്നും. ഇനി നമ്മൾ തക്കാളി ഇടാൻ പോവാണ്. തക്കാളി ഇടുക. തക്കാളി നന്നായിട്ട് തക്കാളി നല്ലപോലെ ചതങ്ങി വരും. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴറ്റി ഒരു മസാല പരുവത്തിലാവുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് പരിപ്പിടും. അപ്പോൾ ഇനി നമ്മൾ പരിപ്പിടാൻ പോകണം. ഇനി ഞാൻ ഈ പരിപ്പിട്ടിട്ട് അപ്പം തന്നെ വെള്ളം ഒഴിക്കില്ല. ഇപ്പം ഇതിനകത്ത് ഓൾറെഡി ഓയിലൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലും എല്ലാം കൂടി തെളിഞ്ഞ് വരുമ്പോൾ ആ ഓയിലിൽ കിടന്ന് ഈ പരിപ്പ് ഒന്നും കൂടി ഫ്രൈ ആവുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്. മല്ലിയില. ഈ ടൈമിൽ ഞാൻ ചെയ്യാൻ പോണ വേറൊരു കാര്യം, നമ്മുടെ ഭിണ്ടി ഫ്രൈ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വെള്ളം നമ്മൾ ഒഴിക്കണം. ചൂടുവെള്ളം നമ്മൾ ഒഴിക്കാൻ പോവാണ്. നമുക്ക് എത്രത്തോളം ഇപ്പോൾ വെള്ളം പോലെ പരിപ്പ് വഴി വേണമെങ്കിൽ വെള്ളം പോലെ, കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച്. ഇത് വെന്ത് ഉടങ്ങി നല്ല വെള്ളം പോലെ ഇരിക്കുന്ന പരിപ്പാണ് എനിക്കിഷ്ടം. ഇവിടെ നമ്മുടെ ഭിണ്ടി ഫ്രൈനുള്ളത്. ഓക്കെ, നമ്മൾ ലേഡീസ് ഫിംഗറാണ്. കുറച്ച് കടുക് പൊട്ടിക്കുന്നു, ഇച്ചിരി ജീരകം ഇടും. ഇനി നമ്മൾ വെളുത്തുള്ളി ഇടുവാണേ. നല്ലപോലെ കുനുകുനാന്നരിഞ്ഞ വെളുത്തുള്ളി ഒന്നിട്ടു, കറിവേപ്പില ഇട്ടു. ഇവിടെ പരിപ്പ് കണ്ടോ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ പരിപ്പ് ഒന്ന് ഫൈനലായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇനി ഇവനെ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഡിസ്റ്റർബേ ചെയ്യത്തില്ല. വിസിൽ വന്ന് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ അത് കഴിഞ്ഞ് ഗൈസ്, ഇനി നമ്മുടെ ഈ സാധനം ഇതാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഭിണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ പറയാനുള്ളത്, വെള്ളത്തിൽ കഴുകി ഉണക്കിയിട്ടാണ് ഭിണ്ടി നമ്മൾ അരിയാവുള്ളൂ. നനവോടെ ഒരിക്കലും ലേഡീസ് ഫിംഗർ നമ്മൾ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യാറുണ്ട് നമ്മൾ, സമയമില്ലാത്തത് കൊണ്ട് ഓരോന്നായിട്ടിരുന്ന് തുടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചിടും. പക്ഷെ മാക്സിമം നമ്മൾ ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്ത് ആ പശ വരത്തില്ല. ഓക്കെ, ഞാനേ അടുപ്പുകൾ മാറ്റി കുക്കർ അങ്ങോട്ടാക്കി ഭിണ്ടി ഇങ്ങോട്ടേക്കാക്കി. ഇനി നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടും. മഞ്ഞപ്പൊടി നമ്മളിതിൽ യൂസ് ചെയ്യുകയാണ്. ഇനി ഞാൻ എൻ്റെ മറ്റേ ചില്ലി എടുക്കുകയാണ്. നമ്മുടെ ഭീകരനെ ഞാൻ എടുക്കുകയാണ്. അവനെ കുറച്ചേ ഇടുള്ളൂ കേട്ടോ ഞാൻ. ഇനി കശ്മീരി ഞാൻ കോട ഇടും. ഇത്രയേ ഉള്ളൂ. ഞാൻ കാര്യം പറയട്ടെ, ഉപ്പിട്ടല്ലേ? അല്ല, ഞാൻ ചിക്കൻ മസാല ഇടും. അപ്പോൾ ഇച്ചിരി എനിക്ക് എന്തോ ഭയങ്കര ടേസ്റ്റ് തോന്നുന്നതിൽ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലപോലെ ഇത് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇപ്പം ഉള്ളി ഇടത്തില്ല, പേടിക്കണ്ട. ഞാൻ എപ്പോഴും ഉള്ളി ഇടുന്നതിന് കാണിച്ചു തരാം. അടപ്പ് വെച്ച് നമ്മൾ അടച്ച് വയ്ക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ നമ്മുടെ ഉള്ളി ഇടും. ഉള്ളി ഞാനേ ഇങ്ങനെയാണ് ഇടുക. വിശക്കാൻ തുടങ്ങി. ഇതിൽ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ആഡ് ചെയ്യുന്നത്, ചാട്ട് മസാല വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ കുറച്ചിടും. സോഡ. ഈ ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഞാൻ ഫ്രൈ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞ് ക്ലോസ് ഇട്ടാണ്. ഓൾറെഡി 5 വിസിലായി അല്ലേ? 5 വിസിലായി. ഇനി ഒരു 3 വിസിലും കൂടി വന്നാൽ അതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഉൾപ്പെടുന്നത് എല്ലായിടത്തും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് ഇന്ന് ഒരു കിച്ചൺ റീസെറ്റ് ആയിരുന്നു മെയിൻലി. പിന്നെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇന്ന് നിലു ഇല്ലാത്തതുകൊണ്ട് സത്യം പറയാൻ എനിക്ക് അവളെ മിസ് ചെയ്യണം, ബോറടിക്കണം. ഇനി ഇതെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ ആലുവ പോയി അവളെ പിക്ക് കൊണ്ട് വരും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ. നിങ്ങൾ കുറേ പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന്. ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഐ ലവ് യു ഓൾ.
and നമ്മൾ പരിപ്പ് റെഡി, വെണ്ടയ്ക്ക റെഡി. പല്ല് വന്നിട്ടില്ല മാഡത്തിന്. ബായ് പറഞ്ഞ എല്ലാവർക്കും ബായ് പറയാൻ പഠിച്ചു. ടാറ്റാ ടാറ്റാ. അവളിങ്ങനെ പറയുന്നത് ടാറ്റാ. ചോറും പരിപ്പും കൂടി നമ്മൾ കുറച്ച് മിക്സിയിലിട്ട് അടിച്ച് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മാഡം ഹാപ്പി. ലൈഫ് ഒന്നേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക, ജോളി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലത് കാണുക. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy money show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy money show.